നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാർട്ടിൻ എന്ന് പറയുന്നവന്റെ ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. ഞാൻ ആ വീഡിയോ കണ്ടിരുന്നു. പിന്നെ അതിന് കൂടുതലൊന്നും പറയാനൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരു രണ്ടാം പ്രതിയായ ഒരു വ്യക്തിയാണ് മാർട്ടിൻ. അപ്പൊ അയാൾ പറയുന്നത് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ സാഹചര്യത്തിൽ എൻ്റെ പേഴ്സണലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അപ്പോൾ ചോദിക്കും, നിങ്ങൾ എല്ലാവരും പൾസർ സുനി പറയുന്നത് കേൾക്കുന്നില്ലേ? പൾസർ സുനി പറഞ്ഞിട്ടല്ലേ ദിലീപിനെ പ്രതിയാക്കിയത് എന്ന് ചോദിക്കുന്നവരോട് ഞാൻ പറയുകയാണ്, പൾസർ സുനിയെയും ഞാൻ വിശ്വസിക്കുന്നില്ല, ദിലീപിനെയും ഞാൻ വിശ്വസിക്കുന്നില്ല. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അതിജീവിത പറഞ്ഞതിനോട് എനിക്ക് വിശ്വാസം ചെറിയ തോതിലുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീയും അതുപോലെ, അതായത് ദിലീപിനെ തകർക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ചേർന്നെടുത്ത ഒരു നാടകമായിരുന്നു, അല്ലെങ്കിൽ ദിലീപിനെ തകർക്കാൻ വേണ്ടിയിട്ട് ഇവരെല്ലാവരും കൂടി ചേർന്ന് എടുത്ത ഒരു സംഭവമാണ് എന്നുള്ള തരത്തിൽ മാർട്ടിൻ ഇന്നലെ പറയുന്നത് കണ്ടു. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈ ദിലീപ് എന്ന് പറയുന്ന മനുഷ്യനെ തകർത്തിട്ട് ഇവർക്ക് എന്ത് കിട്ടാനാണ്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതായത് ദിലീപിന്റെ സ്ഥാനം ലാലിന് കിട്ടുമോ, അല്ലെങ്കിൽ ലാലിന്റെ മകന് കിട്ടുമോ, അല്ലെങ്കിൽ മോഹൻലാലിന് കിട്ടുമോ, മമ്മൂട്ടിക്ക് കിട്ടുമോ, കാവ്യ മാധവിന് കിട്ടുമോ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കിട്ടുമോ? ഒരാൾക്ക് പോലും കിട്ടത്തില്ല. പിന്നെ എന്തിനാണ് ദിലീപിനെ എല്ലാവരും കൂടി തകർക്കുന്നത്? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊട്ടേഷൻ കൊടുത്തു എന്നുള്ളത് നേരാണ്, ആരാണ് കൊടുത്തത് എന്ന് മാത്രമാണ് തെളിയാനുള്ളത്. അതാണ് തെളിയിക്കേണ്ടത്. ഇപ്പോഴും എന്തിനു വേണ്ടിയാണ് കൊട്ടേഷൻ കൊടുത്തത്, ആരാണ് കൊട്ടേഷൻ കൊടുത്തത്, അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഗുണം ആർക്കാണ് എന്നൊക്കെയാണ് കണ്ടെത്തേണ്ടത്. ഇപ്പോഴേ കൊട്ടേഷൻ കൊടുത്തത് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും അറിയുന്നത് പോലെ ദിലീപും കാവ്യ മാധവിനും തമ്മിലുള്ള ബന്ധവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ബന്ധം പോയിട്ട് മഞ്ജു വാര്യരോട് പറഞ്ഞു, നിങ്ങളെ ഭർത്താവ് ഇതാ ഇതേപോലെ പോകുന്നുണ്ട് വിദേശത്തെ എന്ന് പറഞ്ഞ് ഷോയ്ക്ക് പോയിട്ട് ഇവര് രണ്ടുപേരും അറിഞ്ഞ് കൂത്താറിലാണ് എന്ന് പറഞ്ഞു കൊടുത്തതിന്റെ ദേഷ്യം ദിലീപിന് നല്ല രീതിയിലുണ്ട് എന്നാണ് നമ്മളെല്ലാം കേൾക്കുന്നത്. അതായത് ദിലീപിന്റെ മനസ്സിലുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ കാവ്യ മാധവനെ ഇതുപോലെ അങ്ങ് പോയിക്കോട്ടെ. അതായത് മഞ്ജു വാര്യർ വീട്ടിൽ നിന്ന് ഏതായാലും പുറത്തിറങ്ങുന്നില്ല. മഞ്ജു വാര്യരുടെ മകളുടെ കാര്യവും പറഞ്ഞിട്ട് ഒരുപാട് വർഷമായിട്ട് വീട്ടിൽ തന്നെയാണ്. മഞ്ജുവിനെ സിനിമയുടെ ഒരു സ്ഥലത്ത് പോലും 7 അയൽവക്ക് തടിപ്പിക്കാറില്ല. ദിലീപ് പോകുന്ന ഒരു സെറ്റിൽ പോലും മഞ്ജു വാര്യരെ കൊണ്ടുപോകാറില്ല. അത് മാത്രവുമല്ല, ആകെ ഈ മഞ്ജു വാര്യരെയും മകളെയും നമ്മൾ കണ്ടത് ഈ കാവ്യ മാധവന്റെ വിവാഹത്തിന് മാത്രമാണ്. വേറെ എവിടെയും അവരെയും കൊണ്ട് പോകാറുമില്ല. അവര് എവിടെയെങ്കിലും പോകാറുണ്ടോ നമുക്ക് അറിയാറുമില്ല. അപ്പൊ ദിലീപ് അപ്പോഴൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, മഞ്ജു വേണമെങ്കിൽ അഭിനയിച്ചോട്ടെ, അതൊന്നും എനിക്ക് പ്രശ്നമല്ലടോ, മഞ്ജു അഭിനയിക്കുന്നതിന് എനിക്കെന്താണ്. പക്ഷെ മഞ്ജു അഭിനയിക്കാൻ പോകുമ്പോൾ നിനക്ക് അഭിനയിക്കണോ എന്ന് ചോദിക്കുക ചെയ്യുന്നത്. ഏതായാലും മകൾക്ക് 10-14 വയസ്സായി. ഇനിയിപ്പോഴിങ്ങനെ വീട്ടിലേക്ക് അടിച്ചു തൂങ്ങിയിരുന്നിട്ട് കാര്യമില്ല. ഇയാളൊരു അടിമയായിട്ട് ഇങ്ങനെ നിൽക്കുന്നതിലും നല്ലത് ഏതെങ്കിലും സിനിമയിൽ പോയി അഭിനയിക്കുന്നതാണ്. നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും വിചാരിക്കും ഭർത്താവിൻ്റെ ഇതാണ്, സ്നേഹമാണ്, അങ്ങനെ നല്ലൊരു പതിവ്രതയായ ഭാര്യയായിട്ട് ജീവിക്കണം എന്നൊക്കെ വിചാരിക്കുമ്പോഴേ ഭർത്താവ് നേരെ ഓപ്പോസിറ്റാ പോകുന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ ഇങ്ങനെ ജീവിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഭർത്താവാണെങ്കിൽ എന്ന് പറഞ്ഞാൽ മറ്റൊരു സ്ത്രീൻ്റെ കൂടെ വിദേശത്ത് ചുറ്റിയടിക്കുന്നത്, അവരുമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താ പറയേണ്ടത്, ഭയങ്കരമായിട്ട് ക്ലോസ് ആകുന്നത്. പലർക്കും ഇതറിയാം. പക്ഷെ ദിലീപ് ഏട്ടനോടുള്ള ഈ സ്നേഹം കൊണ്ട് ഒരാൾ പോലും ഇത് പറയാൻ തയ്യാറല്ല. നമ്മുടെ പല നടിമാർക്കും ഇതിനെ പറ്റിയിട്ട് കാര്യങ്ങളെല്ലാം അറിയാം. പക്ഷേ അതിജീവിത എന്ന് പറയുന്ന നടി, അവൾക്ക് കുറച്ചും കൂടി തൻ്റെ എന്താ പറയുക ജ്യേഷ്ഠത്തിയെ പോലെയാണ് അവര് ഒരു 1-2 സിനിമാ താരങ്ങളെ കാണുന്നത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, സ്വന്തം കുടുംബത്തിൽ ഇപ്പൊ നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ ചതിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അയാൾക്ക് നമ്മളൊരു ക്ലൂ കൊടുക്കും. അതെന്ന് പറയുന്നത് അത് നമ്മുടെ മനുഷ്യനാണെങ്കിൽ കൊടുക്കും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പൈസയും അതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെയിമും കാര്യങ്ങളൊക്കെ ഉള്ള ചില ആൾക്കാരുണ്ട്. ഈ മൊഴിമാറ്റിയ ഒരു നടിയുണ്ടല്ലോ, ആ നടിയെ പോലെയുള്ള ചില ആൾക്കാരുണ്ട്. അവർക്ക് ഇതൊന്നും പ്രശ്നമേ ഇല്ല. അതുകൊണ്ട് ഞാൻ ഉറപ്പായിട്ട് പറയുകയാണ്, ഇതിൻ്റെ അകത്ത് നടന്നിരിക്കുന്നത് ദിലീപിന്റെ കുടുംബ പ്രശ്നം തന്നെയാണ്, അല്ലാതെ വേറൊരു തേങ്ങയല്ല. ദിലീപിനെ അങ്ങ് നാറ്റിക്കാനോ ദിലീപിനെ അങ്ങ് എടുത്ത് ചാടാനോ ഒന്നും അല്ല. ഇപ്പോഴും ദിലീപ് രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഇനിയിപ്പോൾ 2 കോടതിയും കൂടി ഉണ്ട്. കോടതി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാനും പറ്റൂല. കാരണം വെച്ചാൽ കോടതിക്ക് മേലെയൊന്നല്ല നമ്മള്. പക്ഷെ ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും ഉറപ്പാണ്. ഇപ്പൊ മാർട്ടിൻ എന്ന് പറയുന്നത് പോലെ ഞാൻ കാറ് കൊടുത്ത് പോയിരുന്നു, അത് ചെയ്തിരുന്നു, ഇത് ചെയ്തിരുന്നു. അങ്ങനെയാണെങ്കിൽ എടോ CCTVകൾ ഉണ്ടാവില്ലേ? കുറച്ചൊക്കെ എറണാകുളം നഗരത്തിൽ CCTVകൾ ഉണ്ടാവില്ലേ? അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം മനസ്സിലാവില്ലേ? അത് മനസ്സിലാകാതിരിക്കൊന്നും ചെയ്യില്ലല്ലോ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ 85 ദിവസത്തോളം ഒരു നടനെ പിടിച്ച് ജയിലിലിടണമെങ്കിൽ വ്യക്തമായ ഒരു തെളിവും കാര്യങ്ങളൊക്കെ വേണം. അല്ലാതെ ഒന്നും പറഞ്ഞ സംഭവം നടക്കത്തില്ല. ഇപ്പോഴും നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെ ആളൂരാൻ എന്ന് പറയുന്ന ഒരു വക്കീൽ
വക്കീൽ ഇറങ്ങിയിട്ട് നമ്മുടെ ചില ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വധശിക്ഷ ജീവപര്യന്താക്കിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അതൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇപ്പോഴും ജനങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്ന പോലെ തന്നെ, അതായത് ദിലീപിന് തന്നെയാണ് ഇതിന്റെ ഒരു പ്രശ്നം. അതായത് ദിലീപിന് മാത്രമാണ് ഈ സ്ത്രീയോട് കുറച്ച് വൈരാഗ്യമുള്ളത്. അല്ല, ഇനി ആർക്കെങ്കിലും ദിലീപിന് ഈ സ്ത്രീയോട് വൈരാഗ്യമുണ്ട്, അത് മനസ്സിലാക്കി ആരെങ്കിലും ഇതിൻ്റെ ഉള്ളിലൂടെ കളിച്ചാൽ തന്നെ വെറുതെ കൊണ്ടുപോയിട്ട് ദിലീപിനെ അങ്ങ് താഴ്ത്താൻ വേണ്ടിയിട്ട് ആരെങ്കിലും 1.5 കോടിയോ 2 കോടിയോ കൊണ്ടുപോയിട്ട് കളയോടോ, ആരെങ്കിലും മനസമാധാനം കളയോടോ. ഇപ്പൊ നമ്മൾ ഇവിടെ ഉണ്ട്, നമ്മളോട് നാളെ പറയുന്നത് നിനക്ക് 1.5 കോടിയോ ഇല്ല 2 കോടി തരാം, നീ ഒരുത്തൻ്റെ ഇത് ചെയ്യുമോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോയിട്ട് പണി നോക്കടാന്ന് നമ്മൾ പറയത്തില്ലേ? കാരണം എന്താ, നമുക്ക് ജയിലിൽ പോയി കിടക്കാനോ അല്ലെങ്കിൽ കേസ് നടത്താനോ ഒന്നും നമുക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ എന്ത് ചെയ്യും? അതൊന്നും ചെയ്യാൻ കഴിയില്ലേ, അതൊക്കെ നീ വേറെ ആൾക്കാരെ നോക്കിക്കേ എന്നേ നമ്മൾ പറയുള്ളൂ. അതാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ വേറെ ഒരു കാര്യം തന്നെ, ഈ പൾസർ സുനിയെ മാത്രമല്ല, ഈ എറണാകുളത്തുള്ള പല ഗുണ്ടകളുമായിട്ട് എന്ന് പറഞ്ഞാൽ ഈ സിനിമാക്കാർക്ക് ബന്ധമുണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കുറെ നാൾ മുമ്പ് ഞാൻ കേട്ടതാണ്. അതായത് ഇവര് സിനിമാ സെറ്റിലൊക്കെ എന്ന് പറഞ്ഞാൽ ഗുണ്ടകളെയാണ് ഉപയോഗിക്കുന്നത്, ജനങ്ങളെ അകറ്റി നിർത്താൻ വേണ്ടി പോലും. അവന്മാര് ഈ ബടിവളെടുത്തിട്ട് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാല് എല്ലാവരും അങ്ങ് പോകും പോലും. അതുപോലെ തന്നെ ദിലീപിന്റെ ഏതൊരു സെറ്റില് പൾസർ സുനീനെ ജനങ്ങളെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളേതൊരു സിനിമയിൽ കണ്ടിട്ടില്ലേ, അതെ ഞാൻ കീലേരി അച്ചുവിന്റെ ആളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് പേടിക്കുന്നത്. അതായത് മാമുക്കോയാന്ന് കീലേരി അച്ചു. അതേപോലെ തന്നെ പൾസർ വന്ന് പറയുന്നത് ഞാൻ പൾസറിന്റെ ആളാണ്, അതുപോലെ പിന്നെ മട്ടാഞ്ചേരിന്റെ ആളാണ്, പിന്നെ എന്ന് പറഞ്ഞാൽ തമ്മനത്തിന്റെ ആളാണ്, അതുപോലെ തന്നെ കടിഞ്ഞൂളിന്റെ ആളാണ്, പിന്നെ കോർക്കഞ്ചേരിന്റെ ആളാണ് എന്നൊക്കെ പറഞ്ഞ് കുറെ ആൾക്കാർ ഇങ്ങനെ വരും. അവിടെ ഏതെങ്കിലും ഒരുത്തന്റെ പേരും ഉണ്ടാകും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഇത് തന്നെ ഒരു വൃത്തികെട്ട പരിപാടിയാണ് എൻ്റെ അഭിപ്രായത്തിന് എന്ന് പറഞ്ഞാൽ. യുവറ്റകളെ എല്ലാവരെയും, അതായത് ഈ ബൾസർ സുനി അടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കാൻ യോഗ്യനല്ല. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് നമ്മൾ ആന്ധ്ര പോലീസും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ UP പോലീസും കർണാടക പോലീസും എല്ലാം ചെയ്യുന്നത് പോലെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോഴും എന്ന് പറഞ്ഞാൽ ഇവിടെ ആയതുകൊണ്ടല്ലേ നമ്മളിങ്ങനെ ഇവന്മാർ കത്ത് എഴുതല്, അതുപോലെ തന്നെ പ്രേമലേഖനം എഴുതല്, പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേത് എഴുതല്, ഇതൊക്കെ ഉണ്ടായത്. വേറെ ഏതെങ്കിലും സംസ്ഥാനത്താണെങ്കിൽ ഇത് ഉണ്ടാവുക ഒലക്കെ ഉണ്ടാവുമായിരുന്നു. അവന്മാരൊന്നും ജീവിതത്തിൽ പിന്നെ ഈ ചൊണ്ണാമണി എടുത്തിട്ട് നടക്കൂലായിരുന്നു. അത്രേ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഈ ഗുണ്ടകളെ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്നും തുടച്ച് നീക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് വേണ്ടത്. ഇപ്പൊ അതല്ലല്ലോ കാണുന്നത്. ഇപ്പൊ ഏത് TV ചാനൽ തുറന്നു കഴിഞ്ഞാലും ഗുണ്ടകളുടെ അഭിമുഖമാണ്. ഗുണ്ടകളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ജനങ്ങള് എന്ത് മെസ്സേജാണോ കൊടുക്കുന്നത്? അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവിടെ കഞ്ചാവിന്റെയും മയക്കുമരുന്നിന്റെയും അതുപോലെ ചോരപ്പുഴയും ഒഴുക്കുന്ന ഇവന്മാരെയൊക്കെ മഹത്വൽക്കരിക്കാൻ വേണ്ടിയിട്ട് ചില ചാനലുകാർ വന്നിട്ട് പരിപാടികൾ ചെയ്യുന്നു. അവൻ അങ്ങനെയാണ്, അവൻ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നാണം കെട്ട പരിപാടി എന്ന് എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈ ബൾസർ ധുനി എന്ന് പറയുന്നവൻ ഇതിനു മുന്നേ തന്നെ വേറെ ഒരു നടിയെയും കൂടി തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. ആ നടിയെ തട്ടിക്കൊണ്ടുപോയിട്ട് എന്തായിരുന്നു ഇവന്റെ ഉദ്ദേശം? ചിലപ്പോൾ വിലവേശാനായിരിക്കാം, ഇല്ലെങ്കിൽ ആ സ്ത്രീയുടെയും എന്തെങ്കിലും എടുക്കാനായിരിക്കാം, അങ്ങനെയൊക്കെ ഉണ്ടാകും ചിലപ്പോഴേ. അപ്പൊ അതൊക്കെ എന്താണ്, അന്ന് പോലും എന്ന് പറഞ്ഞ് ഇവന് അന്ന് ഈ ഒരു കുറ്റകൃത്യം ചെയ്യുന്നവനാണ്, ഇനി ഇവനെ അടുപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ട് അവനെ അടുപ്പിക്കാതിരിക്കാനല്ലേ നോക്കേണ്ടത്. പക്ഷെ നമ്മുടെ സിനിമാക്കാരൊക്കെ എന്താ ചെയ്തത്? വീണ്ടും വീണ്ടും അവനെ ഓരോ സിനിമാ സെറ്റിൽ അവന് ജോലി കൊടുക്കുക. ഞാൻ പറഞ്ഞല്ലോ, ജനങ്ങളെ ഓടിക്കാൻ വേണ്ടിയിട്ട് ഇവന്മാരെയൊക്കെ സഹായം വേണം. ജനങ്ങൾ ഷൂട്ടിംഗ് സെറ്റിൽ വന്നിട്ട് കച്ചറ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ നടന്മാരെ കാണാൻ നോക്കുമ്പോൾ അവിടുന്ന് മാറി നിൽക്കാൻ പറയുന്ന ബൗൺസേഴ്സ് എന്നാണ് ഇവരുടെ പേര്. പക്ഷെ ഇവരുടെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുണ്ടാപ്പണി തന്നെയാണ്, വേറെ ഒന്നുമല്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച കണ്ടില്ലേ നമ്മളെ നടൻ വിജയിന്റെ ഏതൊരു ആരാധകന ബസിന്റെ മുകളിൽ കയറിയതാണ്, ആരാധന മൂത്ത് കയറിയതാണ്. പക്ഷേ ബൗൺസേഴ്സ് എന്ന് പറയുന്ന ഗുണ്ടാ സംഘങ്ങളെ ആ ഒരു ചെറുപ്പക്കാരനെ എടുത്ത് വെളിയിൽ കെറിയുകയാണ് ചെയ്തത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതാണ് ഞാൻ പറയുന്നത്. സാധാരണ ഒരു സെക്യൂരിറ്റിയോ അല്ലെങ്കിൽ സാധാരണ ഒരു സുരക്ഷാ ഗാർഡോ അങ്ങനെയാണെങ്കിൽ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ കയറി വന്നു കഴിഞ്ഞാൽ അത്രത്തോളം നീചമായിട്ട് പെരുമാറൂല. പക്ഷെ ഗുണ്ടാ സംഘങ്ങൾ അങ്ങനെയല്ല. ചിലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കുത്തിയിട്ട് വരെ ടെങ്കടങ്കനാക്കിയിട്ട് അങ്ങ് വിടുവാടുന്ന്. നമുക്കെല്ലാവർക്കും അറിയാലോ, ഇപ്പോഴും വിവാദങ്ങളായിട്ടും വിമർശനങ്ങളായിട്ടും ഗുണ്ടകളുടെ പേരിലൊക്കെ നിൽക്കുന്ന പോൾ മുത്തൂറ്റ് എന്ന് പറയുന്ന ഒരുത്തിന്റെ വധം പോലും ഉണ്ട്. അതെന്താണ് സംഭവം, എങ്ങനെയാണെന്ന് നമുക്ക് ആർക്കറിയാം എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത്. അതുകൊണ്ട് സാധാരണക്കാരനായ ജനങ്ങൾ ഇത് പൊട്ടം വിട്ട് ഒതുങ്ങിയതുപോലെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം ഞാൻ പറയാം, ഒരു സ്ത്രീ പോലും വന്നിട്ട് എന്നെ ഇതുപോലെ ചെയ്തു എന്ന് നുണ പറയുന്ന എനിക്ക് തോന്നുന്നില്ല. അത് നിങ്ങൾക്ക് ഇത് കാണുന്നവർക്ക് തോന്നുന്നുണ്ടോ? അവിടെ എന്തോ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഷുവറാണ്. പിന്നെ ഈ മാർട്ടിൻ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ
മാർട്ടിൻ ഇതിൻ്റെ അകത്ത് പങ്കെടുത്തിട്ടുണ്ട്. ആ മാർട്ടിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടൊന്നും തന്നെ ആരാണ് മറ്റേ പൾസറിന് വിവരം കൊടുത്തത് അല്ലെങ്കിൽ മറ്റേവർക്ക് വിവരം കൊടുത്തത് എന്നൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ടൊന്നും വേണ്ട. ഈ മാർട്ടിൻ എന്ന് പറയുന്നവൻ തന്നെ കൊടുക്കാലോ. അവനെന്താ പൈസ കിട്ടിയാൽ പൊളിക്കോ? 1.5 കോടി ഉറുപ്പ്യെന്ന് നിനക്ക് ഇത്ര പൈസ തരാടാന്ന് പറഞ്ഞാൽ പൊളിക്കോ? പിന്നെ വേറൊരു കാര്യം, ഇവരുടെയൊക്കെ പരിപാടി പൊളിഞ്ഞു പോയത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീ പോയിട്ട് കേസ് കൊടുത്തു. അതായത് ആദ്യം ഒരു നടിയെ തട്ടിക്കൊണ്ടുപോയിരുന്നു. ആ നടിയെ തട്ടിക്കൊണ്ടുപോയപ്പോഴേ കേസ് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇവന്മാർ എന്ത് ചെയ്തു, ഇതും കേസ് കൊടുക്കില്ല എന്നാണ് ഇവരും വിചാരിച്ചത്. ഏതായാലും അത് കേസ് കൊടുത്തതിനോട് കൂടിയിട്ടാണ് ഇത് പൊളിഞ്ഞ് പമ്പരമായി പോയതെന്നേ ഞാൻ പറയുള്ളൂ. പിന്നെ വേറെ ഒരു കാര്യവും കൂടിയുണ്ട്. അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പൊ മാർട്ടിൻ എന്ന് പറയുന്നവൻ ഇത് പറയുമ്പോൾ അവന്റെ നുണയും കാര്യങ്ങളും അതുപോലെ തന്നെ അവൻ വായിക്കുന്നത് ഒരു തിരക്കഥയാണ്. അത് കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ സിനിമാ ഫീൽഡിൽ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ചെയ്യാൻ കഴിയെങ്കിൽ ഒരു തിരക്കഥ എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രശ്നവുമില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ രാംലീല എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങി ദിലീപിന്റെ സംഭവം വെച്ച് ദിലീപിന്റെ അതിന്റെ അകത്തും നമ്മൾ കാണുന്നത് എന്താ, ദിലീപിനെ വെളുപ്പിക്കാനുള്ളതാണ്. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുകയാണ്, ദിലീപ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. അയാൾ ഇനിയിപ്പോൾ ഏത് കോടതി വെറുതെ വിട്ട് കഴിഞ്ഞാലും ഞാൻ പറഞ്ഞല്ലോ, അയാൾ ദൈവത്തിന്റെ കോടതി വെറുതെ വിടൂല. അതിന്റെ ശിക്ഷയായിരിക്കാം ഒരുപക്ഷെ അയാൾ അനുഭവിക്കുന്നത്. പക്ഷേ അയാൾ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ അനുഭവിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞല്ലോ, അയാൾക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മളെയൊക്കെ പറ്റിയിട്ട് ഇപ്പം ചിലപ്പോഴെന്ന് പറഞ്ഞാൽ അവിടെ ആ പോകുന്നവരെ പറ്റിയിട്ടും ഈ പോകുന്നവരെ പറ്റിയിട്ടൊക്കെ നമ്മളെ പറ്റിയിട്ട് ഗോസിപ്പ് പറഞ്ഞു എന്ന് വരും. എന്ന് കരുതിയിട്ട് എൻ്റെ പേരിൽ നിന്റെ ജീവിതം നശിച്ചുകൊണ്ട് നിന്നെ ഞാൻ കൂട്ടാം എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും അങ്ങനെ കൂട്ടാൻ പറ്റുമോ? ഒരിക്കലും കൂട്ടാൻ കഴിയില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓരോ ആൾക്കാരെ പറ്റിയിട്ടും ഓരോ ആൾക്കാർ ഗോസിപ്പ് പറയുമ്പോഴും അവരെയൊക്കെ ഞാൻ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആർക്കെങ്കിലും കഴിയാടോ? അരിയാഹാരം കഴിക്കുന്നവനൊക്കെ അറിയാം ഇവിടെ എന്തോ ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ട്. അതിന്റെ പുറകിൽ പൈസയുള്ള ആരോ കളിച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്റെ പുറകിൽ ദിലീപിനെ നാറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരുത്തനും ഇമാതിരി തൊട്ടിത്തരത്തിന് നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു വലിയൊരു പണി തന്നെയാണ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ദിലീപിന്റെ കുടുംബം നശിപ്പിച്ചത് ഈ അതിജീവിതയാണെന്നുള്ള ധാരണ ദിലീപിന് കൃത്യമായിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിജീവിത പിന്നെ മഞ്ജു വാര്യരോട് പലതും പറഞ്ഞു കൊടുത്ത ദേഷ്യമുണ്ട്. മഞ്ജു വാര്യർ ആണെങ്കിൽ ഇവര് തമ്മിൽ ഇങ്ങനെയൊരു ബന്ധമുണ്ട് എന്ന് അറിയില്ലായിരുന്നു. കല്യാണം കഴിഞ്ഞോടുകൂടി മഞ്ജു വാര്യർ രക്ഷപ്പെട്ടു എന്നാണ് വിചാരിച്ചത്. പക്ഷേ കല്യാണം കഴിഞ്ഞതിന് ശേഷവും ഈ കാവ്യാമാധവനും ദിലീപും തമ്മിൽ ഇങ്ങനെയൊരു ബന്ധമുണ്ട്. അല്ലെങ്കിൽ ഒരു മനുഷ്യനാണെങ്കിൽ ഈ കാവ്യാമാധവനെ കിട്ടുകയോടോർന്ന് എൻ്റെ സഹോദരിയെ പോലെ ഞാൻ കണ്ടതാണ്, അല്ലെങ്കിൽ എന്നെ അങ്കിള് എന്ന് വിളിച്ച് വന്നതാണ് എന്നൊക്കെ വീമ്പിളക്കിയിട്ട് പോയിട്ട് ആ സ്ത്രീയെ തന്നെ പോയിട്ട് കല്യാണം കഴിച്ചിട്ട് വലിയ ഇളപ്പിളക്കുന്നായിരുന്നു. അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഇവനൊക്കെ എന്ത് പുണ്യാളനാണെന്ന് എനിക്ക് മനസ്സിലാത്തത്. ഇനി അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ ഒരു മാർട്ടിൻ എന്ന് പറയുന്നവന്റെ വീഡിയോ വിട്ടത് ഇത് ദിലീപിന് തന്നെ വലിയൊരു കുരുക്കായിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ദിലീപിനൊരു കുരുക്ക് തന്നെയാണ്. അയാളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ കൂടുതൽ വെറുക്കത്തേയുള്ളൂ. ഇതുപോലെയുള്ള കാപാലികന്മാർ വന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെയുള്ള ടീമുകളെയൊന്നും ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ വീഡിയോ എടുക്കാനോ അതിനൊന്നും വച്ചേക്കരുത്. ഈറ്റകളെല്ലാം എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരണോ? അതായത് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് കഴിയില്ലെങ്കിൽ UP-യിലോ അല്ലെങ്കിൽ മറ്റേ പോലീസ് അവരെയൊക്കെ വിട്ടുകൊടുക്കുക. അങ്ങ് ചെയ്തോളൂ അവര്. ഇവിടെ ആവുമ്പോഴല്ലേ മറ്റേ എന്താ പൾസർ സുനിക്ക് സംസാരിക്കാൻ 100 ആൾക്കാരുണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഗുണ്ടയായ പൾസറിന് സമാധാനത്തോടുകൂടിയും സന്തോഷത്തോടു കൂടിയും നല്ല 4000 5000 രൂപയുടെ ഷർട്ടും 10000 രൂപയുടെ ഷൂവും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പിന്നെ ലക്ഷങ്ങൾ വിലയുള്ള കാറും ഇതൊക്കെ സഞ്ചരിക്കാനും ആൾക്കാരും ഉണ്ടെങ്കിൽ ഒരു പണിയും വേലയും ഇല്ലാത്ത പൾസർ സുനിക്ക് ഇതൊക്കെ എവിടുന്നാ കിട്ടുന്നതെന്നൊന്ന് അന്വേഷിച്ചാൽ പോരേടോ? ഈ പൈസയൊക്കെ ഇടുന്ന വരുന്നതെന്നൊന്ന് അന്വേഷിച്ചാൽ പോരെ? ഈ മാതിരി കൂറത്തരം കാണിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ജനങ്ങളെ ഇങ്ങനെ പൊട്ടന്മാരാക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? പൾസർ സുനിക്ക് ഇടുന്ന പൈസ ഓൻ്റെ അച്ഛൻ്റെയും അമ്മേൻ്റെയും പൈസ ഏതായാലും ഇല്ല, വീട് പോലും ഇല്ല. അടുപ്പിൽ ചേര വായുന്ന വീടാണെന്ന് എൻ്റെ തള്ള തന്നെ പറയുന്നുണ്ട്. പെറ്റ തള്ള തന്നെ പറയുന്നു ഇപ്പോൾ 1 ലക്ഷം ഉറുപ്പിക അവൻ്റെ പേരില്ല, അതൊന്നും എനിക്ക് എടുക്കാൻ വേണ്ടിയിട്ടില്ല, പെർമിഷൻ തരണമെന്ന് കോടതിയോട് പറയാ. അപ്പൊ അങ്ങനെയുള്ള ഒരു പൾസർ സുനിക്ക് ഏടുന്നാടോ ഈ ലക്ഷങ്ങള്? ഓൻ എന്ത് പണിയെടുത്തിട്ട് ഓൻ എന്ത് ജോലി ചെയ്തിട്ടാടോ ലക്ഷങ്ങള്? അത് മാത്രം നമ്മൾ നോക്കിയാൽ പോരെ? ഓൻ ഇവിടെ നിന്നാണ് ഫണ്ട് വരുന്നത്? ഓൻ ഏടുന്നാണ് ഇത്രയും ഭയങ്കരമായ ലക്ഷറി ലൈഫ്? നമുക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഈ 24 മണിക്കൂർ നയിച്ചിട്ടും കൂടി ഒന്നും കിട്ടുന്നില്ല. ആ ഒരു സമയത്താണ് പൾസറിനെ പോലെയുള്ളവനും ഹീറോ ഹോണ്ടയെ പോലെയുള്ളവരൊക്കെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ ബലസി നടക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇവിടെ എന്ന് പറഞ്ഞാൽ അതിജീവിത എന്ന് പറയുന്ന ആ സഹോദരി വന്നിട്ട് നുണയൊന്നും
പറയത്തില്ല. ഇതിന്റെ പുറകിൽ ദിലീപാണെന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ദിലീപിനെ തകർത്തത് കൊണ്ട് ഒരാൾക്കും ഒന്നും കിട്ടാനില്ല. ദിലീപിന് ഈ അതിജീവിതയോട് നല്ല രീതിയിലുള്ള ദേഷ്യമുണ്ടായിരുന്നു. അവര് വന്നിട്ടാണ് മഞ്ജു വാര്യരോട് പറഞ്ഞു കൊടുത്തത് എന്നുള്ളൊരു സംശയമുണ്ടായിരുന്നു. പിന്നെ കാവ്യ മാധവനുമായിട്ടുള്ള ചുറ്റിക്കളികൾ വേറെ ആരും അറിയാൻ പാടില്ല. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ദിലീപ് പല ഷോകളിലും, അതായത് സ്റ്റാറായി നിൽക്കുമ്പോഴും ഇദ്ദേഹം ഗൾഫിലൊക്കെ പോകുന്ന ഷോകൾ, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കാരണം എല്ലാ പ്രാവശ്യവും ഗൾഫിലേക്ക് പോകും. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്ത്രീ ജനങ്ങളും അതിന്റെ കൂടെ ഉണ്ടാകും. അതിന്റെ കൂടെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പഴികളും കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഗുണങ്ങൾ തന്നെയാണ്. ദിലീപിന് അതിൻ്റെ അകത്ത് വലിയ വരുമാനമൊന്നുമില്ല. ഈ എല്ലാരെയും തെളിച്ചുകൊണ്ട് ഇപ്പം ഗൾഫിൽ പോയി കഴിഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കെന്ന് പറഞ്ഞാൽ കോടികളൊന്നും കിട്ടത്തില്ല. ദിലീപിന് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമയിൽ അഭിനയിച്ച കോടികൾ കിട്ടും. അവിടെ ഒരു പ്രോഗ്രാമിന് പോയിട്ട് 10-15 ദിവസം അലഞ്ഞു കഴിഞ്ഞാൽ ദിലീപിനൊന്നും കിട്ടൂല. ദിലീപിന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ കാവ്യമാധവൻ വരും, അവരുടെ കൂടെ ഒന്ന് കഴിയാം, അവരുടെ കൂടെ അങ്ങ് നടക്കാം. ഇത് തന്നെയാണ്. പാപം മഞ്ജു വാര്യർ മോളെയും നോക്കിയിട്ട് ഇവിടെ ഇരിക്കുമല്ലേ ഇന്ന്. ഓൾ എന്തെങ്കിലും അറിയുന്നുണ്ടാ? ഓൾ ഇവനെ അങ്ങ് വിശ്വസിച്ചിരിക്കുമല്ലേ? അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ബൈൻഡപ്പ് ചെയ്യാണ്. ഏതായാലും അതിജീവിത മുഖ്യമന്ത്രിയെ കണ്ടിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യവും കൂടി ഞാൻ പറയാം. അതായത് നമ്മൾ വിചാരിക്കുന്ന പോലൊന്നുമല്ല. ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ശരി, ഒരു ഗുണ്ടാ സംഘങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഗുണ്ടാ സംഘങ്ങൾ ചെയ്തു എന്ന് കോടതി പറയുന്നുണ്ട്, അവർക്ക് ശിക്ഷയും കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരായി കഴിഞ്ഞാലും വെറുതെ വിടാൻ പാടില്ല. പിന്നെ ഈ മാർട്ടിനെ പോലെയുള്ള ആൾക്കാരെ ഇറക്കിയിട്ട് വെറുതെയിലുള്ള ബല കളയരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. നന്ദി, നമസ്കാരം.